ഹായ് ഗായ്സ് മേജോ എഫ് കെ കുക്കറിൽ മസാല ചിക്കൻ. കുക്കർ ആദ്യം വെച്ചിട്ട് അതിൻ്റെ ആ വെള്ളം വറ്റിക്കണം. അത് കഴിഞ്ഞിട്ട് കോഴീനെ എടുക്കണം. കോഴീനെ എടുത്തിട്ട് ഇതാണ് കോഴി. അത്യാവശ്യം നല്ല മുഴുപ്പുള്ള കോഴിയായിരിക്കണം. കത്തി എടുത്തിട്ട് നല്ലോണം വരയണം. മാക്സിമം വരയണം കേട്ടോ. അത്യാവശ്യം നല്ലോണം തൊടയും അതിൻ്റെ ആ അരികൊക്കെ നല്ലോണം വരഞ്ഞെടുക്കണം. മുതുക് എല്ലാ വശവും അതന്നെ, ചിറകിൻ്റെ സൈഡ് എല്ലാ സൈഡും നല്ല രീതിക്ക് വരഞ്ഞെടുക്കണം. മസാല പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല ആ മസിലുള്ള ഭാഗങ്ങളൊക്കെ നല്ല ശരിക്ക് കത്തി കൊണ്ട് വരഞ്ഞെടുക്കണം. തൊടയുടെ ഉൾഭാഗം, പുറം ഭാഗം ഇതൊക്കെ നല്ലോണം വരഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ഉള്ളിലേക്ക് മസാല പിടിക്കും. ജസ്റ്റ് ഭാഗം അതും നല്ലോണം വരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മസാലയൊന്നും ഉള്ളിലേക്ക് കയറില്ല. അപ്പം മസാല അകത്തേക്ക് കയറാൻ വേണ്ടി ശരിക്ക് നല്ലോണം വരഞ്ഞു കൊടുക്കണം. ഇത് ഫുൾ ചിക്കനാണല്ലോ. അപ്പോൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി മസാല റെഡിയാക്കാം. അതിനൊരു പാത്രം എടുത്ത് വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, അങ്ങനെ ചിക്കൻ മസാല അതൊരു 10 രൂപയുടെ പാക്കറ്റാണ് മേടിച്ചേക്കണം. അത് ഫുള്ളെടുത്ത്. പിന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് അത് ട്യൂബാണ് മേടിച്ചേക്കണത്. അതൊരു 3 സ്പൂണോളം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഫുൾ ചിക്കൻ അതിൻ്റെ പേരിൽ നമുക്കത് വേണം. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, സോയാ സോസ് ഒരു ചെറിയ സ്പൂൺ. അപ്പോൾ ഇത് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് അലിഞ്ഞ് ചേരാനായിട്ട് ശരിക്കും ഇതേപോലെ കൈയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഞെരണ്ടി എടുത്താലേ നമുക്കത് മിക്സായി കിട്ടുള്ളൂ. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ശേഷം നമുക്കൊരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്തോരം വെളിച്ചെണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. 1 സ്പൂൺ വിനാഗിരി. ഞാൻ കുപ്പിയിൽ നിന്ന് ഒഴിക്കുമ്പോൾ അത് 1 സ്പൂണായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. 1 സ്പൂണിൽ കൂടണ്ട, പുളി കൂടിപ്പോവും. ഇതുപോലെ നല്ലോണം മസാല എടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം യോജിപ്പിക്കണം. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കോഴിയിലേക്ക് വരഞ്ഞ് വെച്ചേക്കണ കോഴിയിലേക്ക് ഇതേപോലെ മസാല നല്ലോണം ജസ്റ്റ് സൈഡ്, അതിൻ്റെ ഉള്ളിലേക്ക്, ആ ലെഗ് പീസ്, തൊട സൈഡ്, എല്ലാ സൈഡിലേക്കും യോജിപ്പിക്കണം. തേച്ച് പിടിപ്പിക്കണം. ഇതേപോലെ നല്ലോണം തേക്കണം. നല്ലോണം തേച്ച സൈഡും ആ ചിറകിൻ്റെ വശമൊക്കെ നല്ല വശങ്ങളൊക്കെ ചേർത്തങ്ങ് പിടിക്കണം. നല്ലോണം തേച്ചങ്ങോട്ട് പിടിപ്പിക്കണം. ഇതേപോലെ തന്നെ നല്ലോണം ഉള്ളിലേക്കൊക്കെ തേച്ച് മറിച്ചും തിരിച്ചും വിട്ടത് നല്ലോണം തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ തന്നെ എല്ലാ വശത്തേക്ക് എത്തിക്കണം കേട്ടോ. തേച്ച് പെടലിയുടെ ഭാഗങ്ങളും എല്ലായിടത്തും നല്ലോണം ഇങ്ങനെ അത് തന്നെ ആ വരഞ്ഞ് വെച്ചേക്കണ വശത്തേക്കൊക്കെ നല്ലോണം മസാല തേച്ച് കൊടുക്കണം. തിരിച്ചും മറിച്ചും മസാല നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട്. അവിടെ കരൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ കരൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് തന്നെ തിരിച്ച് ഇട്ട് കൊടുക്കാം. വട്ടും കരളും അത് കളയണമെന്നില്ല. അത് നമുക്ക് വയറ്റിൻ്റെ അകത്ത് തന്നെ തിരിച്ച് മസാലയൊക്കെ തേച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതും വേവിച്ചെടുക്കണം. മസാലയൊക്കെ നല്ലോണം തേച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. വട്ടും കരലൊക്കെ എടുത്ത് മസാലയൊക്കെ പുരട്ടി അതിൻ്റെ വയറ്റിലേക്ക് തന്നെ തിരിച്ചങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉണക്കി വെച്ചേക്കണ കുക്കർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത്തിരി എന്ന് പറയുമ്പോഴേക്കും ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണയെങ്കിലും ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം
വാഴല ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് അതിൻ്റെ അകത്തേക്ക് ഇടണം. അത് കഴിഞ്ഞിട്ട് ഒരു വാഴലയും കൂടെ കട്ട് ചെയ്ത് അതിനകത്തേക്ക് വെക്കണം. അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. പുരട്ടി വെച്ചേക്കണ കോഴീനെ അതിലേക്ക് ഇറക്കണം. അപ്പോൾ അതിൻ്റെ സൈഡ് പാത്രത്തിലൊക്കെ മുട്ടാണ്ട് നോക്കണം, അടുക്കി പിടിക്കാണ്ട് നോക്കണം. അപ്പോൾ അതിനൊരിത്തിരി സെറ്റപ്പ് ആക്കണം. അപ്പോൾ അടപ്പ് കത്തിച്ചു, കുക്കർ കയറ്റി. കുക്കർ കയറ്റിയതിന് ശേഷം നമുക്കിത് സ്ലോയിലിടണം. നമുക്ക് സ്പീഡിലിടാൻ പാടില്ല, സ്ലോയിൽ. അപ്പോൾ ഫ്ലെയിം സ്ലോയിലായാലേ നമുക്ക് ആ കുക്കിങ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നമുക്ക് അടപ്പത്ത് വെച്ചാലേ അത് നല്ലോണം വെന്ത് കിട്ടുള്ളൂ. സിമ്മിലാണ് ഇടുന്നത്. അപ്പോൾ സിമ്മിലിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും, കരിഞ്ഞു. കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്, സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും മറന്നു പോകരുത്, എല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ കുക്കറിലെ കോഴി ശരിയായിട്ടുണ്ട്. കുക്കറിലെ മസാല പുരട്ടിയ കോഴി. അപ്പോൾ ഫോർക്ക് കൊണ്ടൊരു കഷ്ണം കുത്തിയെടുത്ത് നോക്കിയപ്പോൾ സംഭവം കൊള്ളാൻ, നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട്.